സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺവെർജൻസ് ഇൻ പ്രോബിലിറ്റി അതുപോലെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് കൺവെർജൻസ് ഇൻ പ്രോബിലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കൺവെർജൻസ് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾസിന്റെ സീക്വൻസിന്റെ കൺവെർജൻസ് ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഒരു സീക്വൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, റാൻഡം വേരിയബിൾസിന്റെ സീക്വൻസ് x1 x2 എക്സെട്ര xn എക്സെട്ര. ഓക്കെ, ഒരു സീക്വൻസ് ആണ് റാൻഡം വേരിയബിൾസിന്റെ. ഓക്കെ, ഈ സീക്വൻസ് ഒരു എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിലേക്ക് കൺവെർജ് ചെയ്യും ഇൻ പ്രോബബിലിറ്റി. എപ്പോഴാണ് ഇത് കൺവെർജ് ചെയ്യുക ഇൻ പ്രോബിലിറ്റി? അതിന് ചില കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മളൊരു എപ്സിലോൺ എന്നുള്ള ഒരു വളരെ ചെറിയ ഒരു നമ്പർ കൺസിഡർ ചെയ്യാം, പോസിറ്റീവ് ആണത്. ഓക്കെ, ഇഫ് ദിസ് എപ്സിലോൺ ഫോർ എനി epsilon greater than 0, probability that mod xn minus a, this is less than epsilon, tends to 1 as n tends to infinity. അതായത് ഈ n വലുതാകും തോറും, n എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊരു സീക്വൻസ് ആണ്, n വലുതാകും തോറും ഈ ഡിഫറൻസ് എയും എക്സൻസും തമ്മിലുള്ള ഡിഫറൻസ്, അബ്സല്യൂട്ട് ഡിഫറൻസ് എപ്സിലോണിലും ചെറുതാവുക. എപ്സിലോൺ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ്, ചെറിയൊരു നമ്പർ ആണ്, അതിലും ചെറുതാകാനുള്ള പ്രോബബിലിറ്റി 1ലേക്ക് ടെൻഡ് ചെയ്യുക. അതായത് ഈ എക്സനും എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറയുക, ചെറുതാകുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എക്സൻ എയിലേക്ക് അടുക്കുക എന്നാണ് അർത്ഥം. എക്സൻ എയിലേക്ക് അടുക്കുക. മോഡ് xn മൈനസ് എ ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാല് എക്സനും എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു നമ്പർ, അതിലും ചെറുതാവുക. ആ ഒരു പ്രോബബിലിറ്റി 1ലേക്ക് അടുക്കും as n tends to infinity. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും this sequence of random variables converges to a in probability. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? xn converges to a in probability. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ്, പ്രോബിലിറ്റി സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് വേറൊരു രീതിക്ക് എഴുതാൻ പറ്റും. പ്രോബിലിറ്റി മോഡ് xn മൈനസ് എ ഗ്രേറ്റർ ദാൻ or equal to epsilon, എപ്സിലോണിനേക്കാളും വലുതാകുക. ഇത് ചെറുതാവാനുള്ള പ്രോബിലിറ്റി 1ലേക്ക് അടുക്കാന്ന് പറഞ്ഞാൽ ഇതിനും വലുതാവാനുള്ള പ്രോബിലിറ്റി 0ലേക്ക് അടുക്കുന്നു as n tends to infinity. അപ്പൊ രണ്ട് രീതിക്ക് നമുക്ക് കൺവെർജൻസ് ഇൻ പ്രോബിലിറ്റി പറയാം റാൻഡം വേരിയബിൾസിന്റെ സീക്വൻസിന്റെ. Okay, if we consider a sequence of random variables x1 x2 etc xn, then the sequence will converges to a in probability if for any epsilon greater than 0, this probability absolute value of xn minus a less than epsilon tends to 1 as n tends to infinity. Okay, ഈ ടൈപ്പ് ഓഫ് കൺവെർജൻസിനെ വേറൊരു പേര് വിളിക്കാറുണ്ട്, ദാറ്റ് ഇസ് സ്റ്റൊക്കാസ്റ്റിക് കൺവെർജൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, പല ടൈപ്പ് കൺവെർജൻസ് ഉണ്ട്. അതിലൊന്നാണ് കൺവെർജൻസ് ഇൻ പ്രോബിലിറ്റി അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് കൺവെർജൻസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ കൺവെർജൻസ് ഇൻ ലോ, കൺവെർജൻസ് ഇൻ ആർഗ്യുമെന്റ്, അങ്ങനെ പല ടൈപ്പ് കൺവെർജൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വീക്ക് ലോ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്, കൺവെർജൻസ് ഇൻ പ്രോബിലിറ്റി. അതിനു വേണ്ടിയിട്ടാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു സീക്വൻസ് xn ഒരു സീക്വൻസ് ആണെന്ന് വിചാരിക്കുക, സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്. അപ്പൊ xn ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് എല്ലാം തന്നെ റാൻഡം വേരിയബിൾസ് ആണല്ലോ. അപ്പൊ xn ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രോബിലിറ്റി that xn equal to 1 equal to 1 by n. അതായത് ഇതിന്റെ PMF ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. xn എടുക്കുന്ന ഒരു വാല്യൂ ആണ് 1 എടുക്കാനുള്ള പ്രോബിലിറ്റി 1 by n and probability xn equal to 0 equal to 1 minus 1 by n. Okay, അപ്പൊ xns എടുക്കാൻ സാധ്യതയുള്ള രണ്ട് വാല്യൂസ് ആണ് 1ഉം 0യും. 1 എടുക്കാനുള്ള പ്രോബിലിറ്റി 1 by n and 0 എടുക്കാനുള്ള പ്രോബിലിറ്റി 1 minus 1 by n. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഓക്കെ, 1 by n plus 1 minus 1 by n 1 കിട്ടും. ഓക്കെ, ഇനി നമ്മള് കാണിക്കാൻ പോകുന്നത് xn converges in probability to 0 എന്നാണ്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോബിലിറ്റി കൺസിഡർ ചെയ്യാം. xn minus 0 less than or equal to epsilon. ഇത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ പ്രോബബിലിറ്റി നമുക്ക് എന്താ എഴുതാം?
xn minus 0 എന്ന് പറഞ്ഞാൽ that is xn, mod xn. അപ്പൊ ഇതിനെ തന്നെ നമുക്ക് എന്ന് എഴുതാം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn is ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു നെയ്ബർഹുഡിനകത്ത് മൈനസ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ആ ഒരു നെയ്ബർഹുഡിനകത്ത് xn എടുക്കാൻ സാധ്യതയുള്ള എപ്സിലോൺ വളരെ ചെറിയൊരു നമ്പറാണ്. അപ്പൊ നമ്മൾ 1 കൺസിഡർ ചെയ്താലും 1 ചെറിയൊരു നമ്പറാണ്. അപ്പൊ ഈ ഇതിന്റെ ഈ ഒരു നെയ്ബർഹുഡിന്റെ അകത്ത് xn എടുക്കാൻ സാധ്യതയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ that is 0. ഓക്കെ, അപ്പോ ഈ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ that is equal to the probability xn is equal to 0. ഇനി xn equal to 0 ഈ xn 0 എന്നുള്ള വാല്യൂ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? that is 1 minus 1 by n. that is 1 minus 1 by n. ഇനി as n tends to infinity, n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂ ഇത് എന്തായിട്ട് മാറും? 1 by n എന്തായിട്ട് മാറും? as n tends to infinity, 1 by n will tends to 0. Or we can say that 1 minus 1 by n will tends to 1. This will tends to 1 as n tends to infinity. Okay. അതായത് നമുക്ക് ഇവിടെ എന്തെന്ന് മനസ്സിലായി? this probability that mod xn minus 0 less than or equal to epsilon will tends to 1 as n tends to infinity. അതായത് xn converges to 0 in probability. Okay. ഇനി നമുക്ക് weak law of large numbers എന്താന്ന് നോക്കാം. weak law of large numbers. ഓക്കെ, ഇതിനെ WLLN എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട് ഷോർട്ട് ഫോമിൽ. അപ്പൊ ഇതാണ് weak law of large numbers. Let x1, x2, etc. xn be a sequence of random variables with expectation of xi equal to mu I for I equal to 1, 2, 3 up to n. Let Sn equal to x1 plus x2 plus etc. plus xn. Mn equal to mu1 plus mu2 plus etc. plus mun, and bn equal to variance of x1 plus x2 plus etc. xn. Then the probability that absolute value of Sn by n minus Mn by n greater than or equal to epsilon tends to 0 as n tends to infinity, provided Bn by n square tends to 0 as n tends to infinity. ഓക്കെ, ഇപ്പൊ x1, x2, etc. xn എന്ന് പറഞ്ഞൊരു സീക്വൻസ്, ഒരു റാൻഡം വേരിയബിൾസിന്റെ സീക്വൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓരോ റാൻഡം വേരിയബിൾസിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ that is mu I. എക്സ്പെക്ടേഷൻ ഓഫ് xi എന്നുള്ളത് mu I ആണ്. ഓക്കെ, that is expectation of x1 is mu1, expectation of x2 is mu2, അങ്ങനെ. അതുപോലെ Sn ഡിഫൈൻ ചെയ്തേക്കുന്നത് സം അപ് ടു n റാൻഡം വേരിയബിൾസ്. ഓക്കെ, xn വരെയുള്ള റാൻഡം വേരിയബിൾസിന്റെ സം ആണ് Sn. ഓക്കെ, അതുപോലെ mu n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻസ്, അതായത് x1ന്റെ x2ന്റെ എക്സെട്ര xnന്റെ എക്സ്പെക്ടേഷൻസിന്റെ സം ആണ്. ഓക്കെ, ദാറ്റ് ഇസ് mu1 പ്ലസ് mu2 പ്ലസ് എക്സെട്ര mun. അതിനെയാണ് നമ്മൾ mn ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ bn എന്ന് പറഞ്ഞാല് x1, x2, എക്സെട്ര xn എന്നുള്ള ആ റാൻഡം വേരിയബിൾ സം ഓഫ് ദി റാൻഡം വേരിയബിൾസിന്റെ വേരിയൻസിനെയാണ് നമ്മൾ bn ഡിനോട്ട് ചെയ്തേക്കുന്നത്. എങ്കിൽ ഈ ഒരു പ്രോബിലിറ്റി the absolute difference, probability of the absolute difference of Sn by n. Sn by n എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു മീൻ ആണ്. ഓക്കെ, x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ബൈ n എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് മീൻ ആണ്, മീൻ ഓഫ് xi's. അത് absolute difference of Sn by n മൈനസ് ഇതെന്താണ്? എക്സ്പെക്ടേഷൻസിന്റെ നോക്കി എക്സ്പെക്ടേഷൻസ് കൺസിഡർ ചെയ്തേക്കുവാണ്, അതിനെ n കൊണ്ട്, അതിന്റെ സമ്മിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. ഈ ഡിഫറൻസ് എപ്സിലോണിനേക്കാളും വലുതാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അല്ലെങ്കിൽ വേറെ രീതിക്ക് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ദാറ്റ് അബ്സലൂട്ട് വാല്യൂ ഓഫ് Sn by n മൈനസ് Mn by n ലെസ് ദാൻ എപ്സിലോൺ ടെൻസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. Provided ഒരു കണ്ടീഷൻ ഉണ്ട്, this ratio that is bn by n square will tends to 0 as n tends to infinity. Okay, അപ്പൊ ഇതിനെ പറയുന്ന പേരാണ്, ഈ ഒരു ലോനെ പറയുന്നതാണ് weak law of large numbers. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് Chebyshev's inequality യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ,
ഇതാണ് ഷെബിഷെവ്സ് ഫോമും. ഓക്കെ, രണ്ട് ഫോം ഉണ്ട്. ഒന്ന് ഷെബിഷെവ്സ് ഫോം, പിന്നെ ബെർണോളി ഫോം ഉണ്ട്. അപ്പൊ ബെർണോളി നമുക്ക് ഇത് കഴിഞ്ഞ് പഠിക്കാം. അപ്പൊ ഇതിന്റെ പ്രൂഫ് നോക്കാം. ഇപ്പൊ നമ്മുടെ ലോ ഇതാണ്. ഇഫ് x1 x2 etc xn are a sequence of random variables with the expectation of xi equal to mu I for I equal to 1 2 3 up to n, and Sn എന്ന് പറഞ്ഞാൽ that is a sum of x1s xi's and mu n എന്ന് പറഞ്ഞാൽ that is expectations ന്റെ sum, that is mu1 plus mu2 etc plus mu n. b എന്ന് പറഞ്ഞാൽ എന്താണ്, variance of x1 plus up to xn എങ്കിൽ probability mod Sn by n minus mn by n, this greater than or equal to epsilon will tends to 0 as n tends to infinity. ഇത് എന്താണ് ഈ തന്നിരിക്കുന്നത്? ആക്ച്വലി ഇതൊരു കൺവെർജൻസ് ആണ്, പ്രോബിലിറ്റിയിലുള്ള കൺവെർജൻസ് ആണ്. Sn by n will converge to mn by n in probability എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, provided bn by n square tends to 0 as n tends to infinity. ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അത് നമുക്ക് അറിയാം. എന്താണ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി? എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെ ഗ്രേറ്റർ ദാൻ സം ടി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈ വേരിയബിളിന്റെ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ 1/t². ഇതാണ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി. ഇതിന്റെ അകത്ത് നമ്മുടെ റാൻഡം വേരിയബിള് എക്സിന് പകരം നമ്മൾ എടുക്കാൻ പോകുന്നത് Sn by n ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സ് ആണ് വേരിയബിള്, നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് Sn by n ആണ്. ഓക്കെ, Sn by n എക്സിന്റെ സ്ഥാനത്ത് Sn by n ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് എന്ന് എഴുതാം? ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി absolute value of Sn by n minus expectation of Sn by n greater than t into standard deviation of Sn by n. This is less than 1/t². ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് Sn by n വേണം, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Sn by n വേണം. ഓക്കെ, അപ്പോ എക്സ്പെക്ടേഷൻ ഓഫ് Sn by n എന്ന് പറഞ്ഞാൽ എന്താ? Sn എന്ന് പറഞ്ഞാൽ എന്താ? That is x1 plus x2 plus etc plus xn by n. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ ഓഫ് x1 plus x2 plus etc plus xn എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x1 plus എക്സ്പെക്ടേഷൻ ഓഫ് x2 plus etc plus എക്സ്പെക്ടേഷൻ ഓഫ് xn by n. ഇനി ഓരോ എക്സ്പെക്ടേഷനും എന്താണ്? that is mu1 plus mu2 plus etc plus mu n by n. ഇനി ഇത് എന്താണ്? ഈ സം എന്താണ്? that is mn. ഓക്കെ, ഇത് mn ആണ്, mn by n. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതുപോലെ വേരിയൻസ് കാണാം. വേരിയൻസ് ഓഫ് Sn by n എന്ത് വരും? വേരിയൻസ് ഓഫ് x1 plus x2 plus etc plus xn by n. ഓക്കെ, ദാറ്റ് ഇസ് ഇപ്പൊ ഇതൊരു റാൻഡം വേരിയബിൾ ആണ്. റാൻഡം വേരിയബിൾ വേരിയൻസ് ഓഫ് ax എന്ന് പറഞ്ഞാൽ നമുക്കറിയാം that is a² into വേരിയൻസ് ഓഫ് x ആണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് 1/n² into വേരിയൻസ് ഓഫ് x1 plus etc plus xn എഴുതാമല്ലോ. ഇനി ഈ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? that is bn. ഓക്കെ, വേരിയൻസ് ഓഫ് x1 plus x2 plus etc x എന്ന് പറഞ്ഞാൽ that is bn. അപ്പൊ നമുക്ക് കിട്ടി that is equal to bn by ഇതെന്താണ്? n², bn by n². ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു
ഇനീക്വാളിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ദാറ്റ് mod Sn by n minus Mn by n greater than t into, ഇനി ഇത് വേരിയൻസ് ആണ്. അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് എടുക്കാം. റൂട്ട് ഓഫ് bn by n square. This is less than or equal to less than 1 by t square. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിനെ സം എപ്സിലോൺ ആയിട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, ഇതിനെ എപ്സിലോൺ ആയിട്ട് എടുക്കാം. put epsilon is equal to t into root bn by n square. അതിൽ നിന്ന് നമുക്ക് t എന്ത് കിട്ടും? t equal to epsilon root of n square by bn എഴുതാലോ. ഓക്കെ, സോ probability mod Sn by n minus Mn by n is greater than epsilon is less than 1 by t. t square നമുക്ക് എഴുതാം t square. അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? epsilon square n square അല്ലെ, bn by epsilon square n square എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് ഈ പ്രോബബിലിറ്റി സീറോയിലേക്ക് അടുക്കുന്നത് എപ്പോഴാ? ഈ പ്രോബബിലിറ്റി സീറോയിലേക്ക് അടുക്കുന്നത് എപ്പോഴാ? when this bn by n square, നമുക്കറിയാം എപ്സിലോൺ എന്നുള്ളത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോ bn by n square എന്നുള്ളത് സീറോയിലേക്ക് അടുക്കുവാണെങ്കിൽ this probability will tends to 0. Okay, so this will tends to 0 if bn by n square will tends to 0 as n tends to infinity. n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ bn by n square സീറോയിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ this probability will tends to 0. ഓക്കെ, അതായത് നമുക്ക് എഴുതാം probability mod Sn by n minus Mn by n greater than epsilon is this tends to 0 as bn by n square. bn by n square tends to 0 as n tends to infinity. n ഇൻഫിനിറ്റിയിൽ അടുക്കുമ്പോൾ ഈ ഒരു പ്രോബിലിറ്റി നിന്ന് സീറോ അടുക്കും provided bn by n square tends to 0 as n tends to infinity. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൂഫ്. ഇനി ഈ റാൻഡം വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടല്ലോ x1 x2 എക്സെട്ര xn എന്നുള്ളത്. അത് ഇൻഡിപെൻഡന്റ് ഐഡന്റി റാൻഡം വേരിയബിൾസ് ആണെന്ന് വിചാരിക്കാം. ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് xi എന്തായിരിക്കും? എല്ലാം സെയിം ആയിരിക്കും, ദാറ്റ് ഇസ് mu ആണെന്ന് വിചാരിക്കാം. അതുപോലെ വേരിയൻസ് ഓഫ് xi എന്നുള്ളതും എല്ലാം സെയിം ആയിരിക്കും, ദാറ്റ് ഇസ് ഈക്വൽ ടു സം സിഗ്മ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം ഫോർ ഓൾ ഐ. എങ്കിൽ bn എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് ദ വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ആണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഇൻഡിപെൻഡന്റും ആണ്, അതുപോലെ ഐഡന്റിക്കലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് xn എഴുതാം, ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട്. ഇനി IID ആയതുകൊണ്ട് നമുക്ക് ഓരോന്നും സെയിം ആണ്, ദാറ്റ് ഇസ് സിഗ്മ സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടും ദാറ്റ് ഇസ് n സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ അകത്തുനിന്ന് bn by n സ്ക്വയർ കാണുകയാണെങ്കിൽ എന്ത് കിട്ടും? n by സിഗ്മ സ്ക്വയർ by n സ്ക്വയർ which is സിഗ്മ സ്ക്വയർ by n. ഇതെന്താ പറ്റുക? as n tends to infinity, as n tends to infinity this quantity will tends to 0. ഓക്കെ, അതായത് ഒരു IID സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സീക്വൻസിന്റെ കേസിൽ എപ്പോഴും വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിനി ചില പ്രോബ്ലംസ് കാണാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള. ഈ ഒരു പ്രോബ്ലം നോക്കുക. എക്സാമിൻ വെദർ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ഫോർ ദിസ് സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് സീക്വൻസ് xk k equal to 1 2 3 etc. where probability xk equal to plus or minus cube root of k that is equal to 1 by 2. ഇവിടെ xk എന്നുള്ള റാൻഡം വേരിയബിൾസ് എടുക്കുന്ന രണ്ട് പോസിബിൾ വാല്യൂസ് ആണ് പ്ലസ് ഓർ മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് k.
അത് ഈ ഓരോ വാല്യൂസ് എടുക്കാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 1/2. ഓക്കെ, അപ്പോ ഈ ഒരു സീക്വൻസിന് വീക്ക് ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ തന്നേക്കുന്ന സീക്വൻസ് നോക്കാം. എക്സ് കെ എടുക്കാൻ സാധ്യതയുള്ള രണ്ട് വാല്യൂസ് ആണ് പ്ലസ് ഓർ മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് കെ. അത് ഓരോ വാല്യൂസ് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മള് bn/n², ഇതായിരുന്നു വീക്ക് ഓഫ് ലാർജ് നമ്പേഴ്സ്, എന്തായിരുന്നു പ്രോബിലിറ്റി absolute value Sn/n minus mn/n greater than epsilon will tends to 0 as n tends to infinity, provided bn/n² will tends to 0 as n tends to infinity. So ഇത് 0ലേക്ക് ടെൻഡ്, provided bn/n² will tends to 0 as n tends to infinity. അപ്പൊ ഈ കണ്ടീഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, whether this will tends to 0 as n tends to infinity. Okay, ഇവിടെ bn എന്ന് പറഞ്ഞാൽ എന്താ? bn എന്ന് പറഞ്ഞാൽ that is the variance of x1 plus x2 plus etc xn ആണ്. അപ്പൊ നമുക്ക് ഈ വേരിയൻസ് കണ്ടുപിടിക്കണം, ഈ bn കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് വേരിയൻസ്, ഓരോ എക്സൈസിന്റെ വേരിയൻസ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ എന്ത് വരും? നമുക്കറിയാം ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇതെടുക്കുന്ന രണ്ട് വാല്യൂസ് ആണ്, പ്ലസ് ഓർ മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് കെ. അപ്പൊ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് കെ, അത് ഇൻറ്റു അതിന്റെ പ്രോബബിലിറ്റി, പ്ലസ് അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് കെ ഇൻറ്റു അതിന്റെ പ്രോബിലിറ്റി. നമുക്കറിയാമല്ലോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, അത് യൂസ് ചെയ്താണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് എന്തായി മാറും? ഇത് ക്യാൻസൽ ചെയ്ത് പോകും, ദാറ്റ് ഈസ് 0. അപ്പോ ഇതിന്റെ എക്സ് കെ സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ എന്ത് വരും? വാല്യൂ സ്ക്വയർ, ദാറ്റ് ഇസ് മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു 1/2, ദാറ്റ് ഇസ് ക്യൂബ് റൂട്ട് ഓഫ് കെ സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ഇനി ഇതെന്താണ്? കെ റേസ് ടു 1/3 ആണത്, റേസ് ടു 2, ദാറ്റ് ഇസ് കെ റേസ് ടു 2/3 അല്ലേ ഇത്? This is k raised to 2/3. ഇനി വേരിയൻസ് ഓഫ് എക്സ് കെ എന്തായിരിക്കും? ദാറ്റ് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് xk സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് xk the whole square. എക്സ്പെക്ടേഷൻ ഓഫ് xk സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് xk the whole square. ദാറ്റ് ഇസ് k raised to 2/3 തന്നെ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോ ഇത് ഓരോന്നിന്റെയും വേരിയൻസ് ആണ് k raised to 2/3. ഇപ്പൊ വേരിയൻസ് ഓഫ് x1 എന്തായിരിക്കും? 1 raised to 2/3. വേരിയൻസ് ഓഫ് x2 2 raised to 2/3, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമ്മള് ഈ bn ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇറ്റ് ഈസ് എ വേരിയൻസ് ഓഫ് ദി സീക്വൻസ് x1 x2 എക്സെട്ര xn. അപ്പൊ ഇത് നമുക്ക് ഇന്ന് എഴുതാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഓരോ എക്സൈസും ഇൻഡിപെൻഡന്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് xn എഴുതാമല്ലോ. ഇനി വേരിയൻസ് ഓഫ് x1 എന്താ നമുക്ക് കിട്ടിയേ? കേക്ക് 1 കൊടുത്താൽ മതി, 1 raised to 2/3. വേരിയൻസ് ഓഫ് x2 എന്നുള്ളത് 2 raised to 2/3. അങ്ങനെ n raised to 2/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇത് ഓയിലർ മെക്ലോറൻസ് സം ഫോർമുല ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സമ്മിനെ, ഇതൊരു സമ്മാണല്ലോ, ഈ സമ്മിനെ നമുക്ക് ഇന്റഗ്രേഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to n x raised to 2/3 dx. ഇതിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ഓയിലർ മെക്ലോറിൻ സം ഫോർമുല. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x raised to 2/3 plus 1, that is 5/3 by 5/3 over the limits 0 and n, that is n raised to 5/3 by 5/3 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ bn ആണ്.
നമുക്ക് വേണ്ടത് bn by n square ആണ്. bn by n square എന്ന് പറയുമ്പോൾ n raised to 5/3 minus 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ n സ്ക്വയർ ചെയ്യുമ്പോൾ ആ 2 മേലേക്ക് പോകുമ്പോൾ -2 ആവും. ഓക്കെ, ദാറ്റ് ഇസ് n raised to 5/3 minus 2 divided by 5/3 എന്ന് വരും. ദാറ്റ് ഇസ് 3/5 n raised to -1/3 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് 3/5 into n raised to 1/3. ഇനി ഈ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റി bn by n square എന്തിലേക്ക് ടെൻഡ് ചെയ്യും? ഇറ്റ് വിൽ ടെൻഡ്സ് ടു 0 ആസ് n tends to infinity. അപ്പോൾ നമുക്ക് കിട്ടി bn by n square tends to 0 as n tends to infinity. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നേക്കുന്ന ആ ഒരു സീക്വൻസ് it satisfies the weak law of large numbers. So the sequence xk satisfies weak law of large numbers. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Examine whether weak law of large numbers hold for the sequence of independent random variables xi, I equal to 1, 2, 3, etc. where probability of xi equal to plus or minus I raised to alpha that is equal to 1/2. നേരത്തെ ചെയ്ത പോലെ തന്നെയാണിത്. ഇവിടെ നമുക്ക് xi എടുക്കുന്ന രണ്ട് വാല്യൂസ് ആണ്, മൈനസ് I raised to alpha അതുപോലെ പ്ലസ് I raised to alpha. അപ്പോൾ ഇതിന്റെ എക്സ്പെക്ടേഷൻ കാണുക minus I raised to alpha into 1/2 plus I raised to alpha into 1/2, that is 0 എന്ന് കിട്ടും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ കാണുക, ദാറ്റ് ഇസ് minus I raised to alpha square into 1/2 plus I raised to alpha square into 1/2, that is I raised to 2 alpha into 1/2 plus I raised to 2 alpha into 1/2, that is I raised to 2 alpha. ഇപ്പൊ ഏത് ഐക്കും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, I raised to 2 alpha. ഓക്കെ, ഇനി ഇതിന്റെ വേരിയൻസ് കാണാം. വേരിയൻസ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ minus expectation of x the whole square, that is I raised to 2 alpha minus 0 square, that is I raised to 2 alpha എന്ന് കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് bn കണ്ടുപിടിക്കാം. bn എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് x1 plus x2 plus etc xn. ഇനി ഓരോ xiന്റെ വേരിയൻസ്, ഇത് xis എല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വേരിയൻസ് ഓഫ് x1 plus വേരിയൻസ് ഓഫ് x2 plus etc വേരിയൻസ് ഓഫ് xn എഴുതാം. ഇനി വേരിയൻസ് ഓഫ് x1 എന്തായിരിക്കും? യുടെ സ്ഥാനത്ത് 1 കൊടുക്കുക, 1 raised to 2 alpha. വേരിയൻസ് ഓഫ് x2 2 raised to 2 alpha. അങ്ങനെ വേരിയൻസ് ഓഫ് xn n raised to 2 alpha. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഓയിലർ മെക്ലോറിൻ സം ഫോമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഈ സമ്മിനെ നമുക്ക് ഈ ഇന്റഗ്രേഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, integral, this can be approximated to integral 0 to n x raised to 2 alpha into dx. And then integrate into x raised to 2 alpha plus 1 by 2 alpha plus 1 over the limits of 0 and n, that is n raised to 2 alpha plus 1 by 2 alpha plus 1 എന്ന് വരും. bn by n square എന്ന് വരും, n raised to 2 alpha plus 1 by 2 alpha plus 1 divided by n square, that is 2 n raised to 2 alpha minus 1 by 2 alpha plus 1 വരും. ഇനി ഡിപ്പെൻഡിങ് ഓൺ ഈ ക്വാണ്ടിറ്റിയില്, ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇത് ഡിനോമിനേറ്ററിലേക്ക് വരും അല്ലെ, n raised to by n raised to സം ഫോമിലേക്ക് വരും. അപ്പൊ ഇത് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും? this will tends to 0. bn by n square will tends to 0 if this quantity ഈ n ന്റെ പവർ നെഗറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം when this alpha is less than 1/2. alpha less than 1/2 ആണെങ്കിൽ bn by n square will tends to 0 as n tends to infinity. അപ്പൊ ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഇത് ഹോൾഡ് ചെയ്യണമെങ്കിൽ അതായത് ഈ ഒരു സീക്വൻസ് xi എന്നുള്ള ആ സീക്വൻസ് weak law of large numbers ഹോൾഡ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്തായി? if this alpha is less than 1/2 then it will satisfy the weak law of large numbers. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. let xk be mutually independent and identically distributed random variables with a mean mu and finite variance. Like if Sn equal to x1 plus x2 plus etc xn, prove that the weak law of large numbers does not hold for the sequence Sn. Okay, നമുക്ക് ഇവിടെ weak law of large numbers hold ചെയ്യേണ്ടത് നോക്കേണ്ടത് സീക്വൻസ് Sn-നാണ്, അല്ലാതെ സീക്വൻസ് xk അല്ല. ഓക്കെ, ഇവിടെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ s1 s2 etc Sn ആണ്.
അപ്പൊ അതിന്റെ എക്സ്പെക്ടേഷനും അതിന്റെ വേരിയൻസും ഈ വേരിയബിൾസിന്റെ സമ്മിന്റെ വേരിയൻസ് ഓക്കെ ഡിവൈഡഡ് ബൈ n സ്ക്വയർ കാണുക, അത് 0ലേക്ക് ടെൻഡ് ചെയ്യണ്ടോ നോക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ എക്സൈസിന്റെ എക്സ്പെക്ടേഷൻസ് കാണാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ എന്നുള്ളത് എന്താണ്? എക്സ് ഐ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്? എക്സ് ഐ എന്ന് പറഞ്ഞാല് എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു എക്സ് എൻ. എക്സ് ഐ എന്ന് പറഞ്ഞാല് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് ഐ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പെക്ടേഷൻ കാണണം. ഇനി വേരിയൻസ് ഓഫ് എസ് ഐ എന്താണ്? ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എക്സ് ഐ. ഓക്കെ, അങ്ങനെയെങ്കിൽ ബി എൻ എന്താണ്? ബി എൻ എന്ന് പറഞ്ഞാല് വേരിയൻസ് ഓഫ് ഈ വേരിയബിൾസിന്റെ സമ്മിന്റെ വേരിയൻസ് ആണ് ബി എൻ. ഓക്കെ, അപ്പൊ വേരിയൻസ് ഓഫ് s1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എസ് എൻ. ഇനി s1 എന്ന് പറഞ്ഞാൽ എന്താ? s1 എന്ന് പറഞ്ഞാൽ x1 ആണ്. s2 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2. sn എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. ഓക്കെ, അത് ഇവിടെ നോക്കിയാൽ അറിയാം ഈ സമ്മിന്റെ അകത്ത് എത്ര എക്സൈസ് വരുന്നുണ്ട്? n എക്സൈസ് വരുന്നുണ്ട്. അതുപോലെ n മൈനസ് 1 n x1s വരുന്നുണ്ട്, n മൈനസ് 1 x2s വരുന്നുണ്ട്. അങ്ങനെ xn ഒരെണ്ണേ വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോ വേരിയൻസ് ഓഫ് n x1 പ്ലസ് n മൈനസ് 1 x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എഴുതാം നമുക്ക് ഇതിനെ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എക്സൈസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഇവിടെ ഈ റാൻഡം വേരിയബിൾസ് നമ്മൾ എക്സൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എക്സൈസിലേക്ക് എത്തി. അപ്പൊ എക്സൈസ് എല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? വേരിയൻസ് ഓഫ് n x1 പ്ലസ് വേരിയൻസ് ഓഫ് n മൈനസ് 1 x2 പ്ലസ് എക്സെട്ര പ്ലസ് വേരിയൻസ് ഓഫ് x1 xn എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ വേരിയൻസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് വേരിയൻസ് ഓഫ് എ എക്സ് എന്നുള്ളത് എന്താണ്? വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇതിനെ എന്ത് എഴുതാം? n സ്ക്വയറിന്റെ വേരിയൻസ് ഓഫ് x1, ഇതിനെ n മൈനസ് 1 സ്ക്വയറിന്റെ വേരിയൻസ് ഓഫ് x2 എക്സെട്ര. ഇവിടെ 1 ആണ് കോഎഫിഷ്യന്റ്, ഇപ്പോ വേരിയൻസ് ഓഫ് xn. ഓക്കെ, ഇനി ഇതെല്ലാം തന്നെ എക്സൈസ് ഐഡന്റിക്കലി ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് സം സിഗ്മ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. എക്സൈയുടെ വേരിയൻസ് സം സിഗ്മ സ്ക്വയർ ആണെങ്കിൽ ഈ എല്ലാ എക്സൈസിന്റെ വേരിയൻസ് സെയിം ആയിരിക്കും, അതായത് സിഗ്മ സ്ക്വയർ. ഓക്കെ, അപ്പൊ n സ്ക്വയർ സിഗ്മ സ്ക്വയർ n മൈനസ് 1 സിഗ്മ സ്ക്വയർ എക്സെട്ര പ്ലസ് സിഗ്മ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതിന്റെ അകത്ത് സിഗ്മ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന സം എന്താണ്? പുറകിൽ നിന്ന് എഴുതുവാണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര n മൈനസ് 1 സ്ക്വയർ പ്ലസ് n സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഫസ്റ്റ് n നമ്പേഴ്സ് അല്ലെ. അപ്പോ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു n into n plus 1 into 2n plus 1 by 6. ഓക്കെ, ഇനി ഇതിന് ബി എൻ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത്. ഇനി ബി എൻ ബൈ എൻ സ്ക്വയർ കാണുകയാണെങ്കിൽ n സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 6 ഇൻറ്റു ഇവിടെ n കൊണ്ട് ഡിവൈഡ് n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടേമിന് n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 n പ്ലസ് 1 n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 പ്ലസ് 1 ബൈ n എന്ന് വരും. അപ്പോൾ n സ്ക്വയറിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു ഡിവിഷൻ. Okay, but that is sigma square by 6 into 1 plus 1 by n, remaining 2n plus 1. ഇത് നോക്കി, this will not tend to 0. കാരണം ഇവിടെ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ n ന്യൂമറേറ്ററിലാണ് വരുന്നത്. Okay, so this will tends to infinity as n tends to infinity. അപ്പോ നമുക്ക് പറയാം, നമുക്ക് തന്നേക്കുന്ന ഈ എസ് ഐസ് അല്ലെങ്കിൽ എസെൻസിന്റെ സീക്വൻസ് they does not satisfy the weak law of large numbers. Okay, അടുത്ത പ്രോബ്ലം നോക്കാം. Examine whether weak law of large numbers hold for the sequence of independent random variables xi is I equal to 1, 2, 3, etc. Where probability of ഇവിടെ I equal to 1, 2, 3 up to n എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. n ആണ്, 3 അല്ല കേട്ടോ. Where probability of xi equal to plus or minus root 2i minus 1. This is equal to 1 by 2. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്പെക്ടേഷൻ കാണുക. എക്സ്പെക്ടേഷൻ ഓഫ് xi എന്ന് പറയുമ്പോൾ
ദാറ്റ് ഈസ് രണ്ട് വാല്യൂസ് എടുക്കണ ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് അല്ലെ. അപ്പൊ മൈനസ് √2i minus 1 into 1/2 പ്ലസ് √2i minus 1 into 1/2 that is 0. എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ എന്ത് വരും? ദിസ് ക്വാണ്ടിറ്റി ഇതിന്റെ സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് രണ്ടാമത്തെ വാല്യൂ സ്ക്വയർ ഇൻറ്റു 1/2 ദാറ്റ് ഇസ് 2i minus 1 എന്ന് വരും. ഓക്കെ, ഇനി വേരിയൻസ് എന്ത് വരും? ഇത് തന്നെ വരിക 2i minus 1. ഓക്കെ, കാരണം എക്സ്പെക്ടേഷൻ ഓഫ് xi 0 ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് bn കണ്ടുപിടിക്കണം. ഈ സീക്വൻസിന് എക്സൈസിനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ bn എന്ന് പറഞ്ഞാൽ എന്താ? വേരിയൻസ് ഓഫ് x1 plus x2 plus etc. xn. അപ്പൊ ഈ എക്സൈസ് എല്ലാം ഇൻഡിപെൻഡന്റ് തന്നേക്കുന്നതുകൊണ്ട് നമുക്ക് എഴുതാം വേരിയൻസ് ഓഫ് x1 plus x, വേരിയൻസ് ഓഫ് x2 plus etc. plus വേരിയൻസ് ഓഫ് xn. ഇനി നോക്കിക്കേ, ഓരോ എക്സൈസിന്റെ വേരിയൻസ് 2i minus 1 ആണ്. അപ്പൊ ഐക്ക് 1, 2, 3 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേരിയൻസ് ഓഫ് x1, x2, വേരിയൻസ് ഓഫ് x3 ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ വേരിയൻസ് ഓഫ് x1 എന്ത് വരും? 2 into 1 that is 2 minus 1 that is 1. Variance of x2 2 into 2 that is 4 minus 1 3. അങ്ങനെ variance of xn I can കൊടുക്കാം 2 into n minus 1 that is 2n minus 1. അപ്പൊ ഇതൊരു AP ആണ് with common difference 2 അല്ലേ. അപ്പൊ ഒരു APയുടെ സം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്താ വരിക? n/2 into first term plus last term. First term last term നമുക്ക് അറിയാം. n/2 into first term that is 1 plus 2n minus 1 that is brackets നമുക്ക് 2n കിട്ടും. that is n/2 into 2n that is n square എന്ന് കിട്ടും. ഓക്കെ, ഇനി bn/n square എന്താ വരിക? 1 കിട്ടും അല്ലെ. അതായത് അത് 1ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. ആസ് n tends to infinity നമുക്ക് bn/n square 1 തന്നെയായിരിക്കും വരിക. ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്താലും n വളരെ വലിയ വാല്യൂ ആകുമ്പോഴും bn/n സ്ക്വയറിന്റെ വാല്യൂ 1 തന്നെയായിരിക്കും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് കൺവേർജ് ടു 0. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദിസ് sequence does not satisfy, അല്ലെങ്കിൽ it does not this weak law of large numbers does not hold for the sequence exercise. Okay, അടുത്ത പ്രോബ്ലം നോക്കാം. Test whether weak law of large numbers hold for the sequence of independent random variables xn n equal to 1, 2, 3 etc. where probability of xn equal to plus or minus 1 equal to 1/2 into 1 minus 2 raised to minus n equal to 1, 2, 3 etc. ഇവിടെ എക്സെൻസ് എടുക്കുന്ന രണ്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എക്സെൻസിന് എടുക്കാൻ സാധ്യതയുള്ള രണ്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സെൻ എന്നുള്ളത് എന്താ വരിക? -1 ഇൻറ്റു ഈ പ്രോബിലിറ്റി 1/2 1 minus 2 raised to minus n plus 1 into 1/2 into 1 minus 2 raised to minus n. ഓക്കെ, ഇത് നമുക്ക് 0 എന്ന് കിട്ടും ഫോർ ഓൾ n. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് xn സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ ഇൻറ്റു ഈ പ്രോബിലിറ്റി പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു ഈ പ്രോബിലിറ്റി ദാറ്റ് ഇസ് നമുക്ക് 1 minus 2 raised to minus n എന്ന് കിട്ടും ഫോർ ഓൾ n. അപ്പൊ അതിൽ നിന്ന് വേരിയൻസ് ഓഫ് xn എന്ത് കിട്ടും? 1 minus 2 raised to minus n. Okay, expectation of xn square minus expectation of xn the whole square that is 1 minus 2 raised to minus n for all n. ഇനി നമുക്ക് വേണ്ടത് bn/n സ്ക്വയർ ആണ്. bn എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് x1 x plus x2 plus etc plus xn. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇൻഡിപെൻഡന്റ് തന്നേക്കുന്നതുകൊണ്ട് വേരിയൻസ് ഓഫ് x1 plus വേരിയൻസ് ഓഫ് x2 plus etc വേരിയൻസ് ഓഫ് xn എഴുതാം. ഓരോ n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് x1 കിട്ടും. That is 1 minus 2 raised to minus 1. വേരിയൻസ് ഓഫ് x2 കിട്ടാനായിട്ട് n-ന്റെ സ്ഥാനത്ത് 2 കൊടുക്കാം. 1 minus 2 raised to minus 2. അങ്ങനെ വേരിയൻസ് ഓഫ് xn എന്ത് വരും? 1 minus 2 raised to minus n. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി 1 plus 1 plus അങ്ങനെ n ടൈംസ് നമ്മളത് 1-നെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് n മൈനസ് ഇനി 2 raised to minus 1 നമുക്ക് 1/2 എന്ന് എഴുതിക്കൂടെ? 1/2. അതുപോലെ 2 raised to minus 2-നെ 1/2 സ്ക്വയർ, അങ്ങനെ 2 raised to minus n-നെ 1/2 raised to n എന്ന് എഴുതാം. ഓക്കെ, ഇതൊരു GP ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 1/2. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സമ്മിന് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് n, ഇത് ഇവിടെ നിൽക്കട്ടെ, n മൈനസ് ഈ GPയുടെ സമ്മിന് എന്തെന്ന് എഴുതാം? 1/2 ഇൻറ്റു 1 മൈനസ് കോമൺ റേഷ്യോ റേസ് ടു n divided by 1 minus common ratio. Okay, first term into
1 minus common ratio raised to n divided by 1 minus common ratio. കാരണം ഈ കോമൺ റേഷ്യോ എന്നുള്ളത് ദാറ്റ് ഇസ് ലെസ് ദാൻ 1. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഫോം വരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 1/2 ഈ 1/2 കട്ട് ചെയ്ത് പോയിട്ട് റിമൈനിങ് വരുന്നത് 1 minus 1/2 raised to n. n minus 1 plus 1/2 raised to n എന്ന് കിട്ടും, bn. അപ്പൊ bn by n square ആണ്. bn by n square എന്ത് വരും? bn by n square is equal to n by n square, that is 1 by n, minus 1 by n square, that is minus 1 by n square, plus 1 by 2n divided by n square, that is 1 by 2n into 2 raised to n into 1 by n square. ഇനി ഓരോ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റീസ് ഇതെല്ലാം തന്നെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. Okay, as n tends to infinity, all this term will tends to 0. അപ്പൊ അതിൽ നമുക്ക് എന്ത് കിട്ടി? bn by n square tends to 0 as n tends to infinity. അതായത് നമുക്ക് തന്നേക്കുന്ന സീക്വൻസ് weak law of large numbers സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലോ നോക്കാം, ബെർണോളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. Let there be n trials of an event, each trial resulting in a success or failure. അപ്പൊ ഒരു ബെർണോളി ട്രയൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ഇവന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റിന് n ട്രയൽസ് ഉണ്ട്. ഓരോ ട്രയൽസിലും നമുക്ക് ഔട്ട്കം വരിക എന്ന് പറഞ്ഞാൽ ഔട്ട്കത്തിന് നമുക്ക് സക്സസ് ആൻഡ് ഫെയിലിയർ ആയിട്ട് തരംതിരിക്കാം. അതുപോലെ xn എന്നുള്ളത് നമ്പർ ഓഫ് സക്സസിന്റെ എണ്ണമാണ്. നമ്പർ ഓഫ് സക്സസിന്റെ എണ്ണമാണ്. n ട്രയൽസ് നടത്തുമ്പോൾ n ട്രയൽസ് കണ്ടക്ട് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള സക്സസിന്റെ എണ്ണത്തിനെ നമ്മൾ x എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, അതിന്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളത് p ആണ് ഫോർ ഈച്ച് ട്രയൽ. എങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് xn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് xn വിൽ ഫോളോസ് എ ബൈനോമിയൽ, അല്ലെ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് സക്സസ് എന്നുള്ളത് ഇറ്റ് ഫോളോസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ അതിന്റെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? np. വേരിയൻസ് എന്തായിരിക്കും? npq. q എന്നുള്ളത് 1 minus p. എങ്കിൽ ഈ വേരിയബിൾ xn by n എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്രപ്പോർഷൻ ഓഫ് സക്സസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് സക്സസ്. അതാണ് xn by n. അപ്പൊ ഇതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് xn by n എന്ന് പറഞ്ഞാല് നമുക്ക് എക്സ്പെക്ടേഷന്റെ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 1 by n എക്സ്പെക്ടേഷൻ ഓഫ് xn എഴുതാൻ. എക്സ്പെക്ടേഷൻ ഓഫ് xn എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് np. സോ np by n എന്ന് പറഞ്ഞാൽ p. അതുപോലെ വേരിയൻസ് ഓഫ് xn by n എന്ന് പറഞ്ഞാൽ 1 by n സ്ക്വയർ ഇൻടു വേരിയൻസ് ഓഫ് xn. വേരിയൻസ് ഓഫ് xn npq ആണ്. npq by n സ്ക്വയർ, ദാറ്റ് ഇസ് npq by n. ഓക്കെ, എങ്കില് എന്താ നമുക്ക് കാണാൻ കഴിയുക? പ്രോബബിലിറ്റി മോഡ് xn മൈനസ് n മൈനസ് p. ഓക്കെ, ഇതാണ് നമ്മുടെ വേരിയബിള് xn by n minus p is less than epsilon tends to 1 as n tends to infinity. അല്ലെങ്കിൽ ഇതിനെ തന്നെ വേറെ രീതിക്ക് പറയാം, പ്രോബിലിറ്റി ഈ അബ്സല്യൂട്ട് ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ഉള്ളത് ഇറ്റ് വിൽ ടെൻഡ്സ് ടു 0 as n tends to infinity for any assigned epsilon positive. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇവിടെ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾ xn by n ആണ്. അപ്പൊ xn by n ല് നമ്മൾ ഷെബിഷേവ്സ് ഇൻഇക്വാലിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് മോഡ് x മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ലെസ് ദാൻ t ഇൻടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x ഇസ് ഗ്രേറ്റർ ദാൻ 1 മൈനസ് t സ്ക്വയർ. അവിടെ x ന്റെ സ്ഥാനത്ത് xn by n കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഇക്വാലിറ്റി കിട്ടും. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ ഓഫ് xn by n എന്നുള്ളത് നമുക്ക് p എന്ന് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പൊ ആ p ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് മോഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn by n മൈനസ് p ലെസ് ദാൻ t ഇൻടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് xn by വേരിയൻസ് ഓഫ് xn by n നമുക്ക് pq by n എന്ന് കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് pq by n ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1 മൈനസ് t സ്ക്വയർ. ഇനി നമുക്ക് ഈ ക്വാണ്ടിറ്റി നമ്മൾ എപ്സിലോൺ ആയിട്ട് എടുക്കാൻ പോവാണ്. സോ നമുക്ക് അതിൽ നിന്ന് ടി എന്തെന്ന് എഴുതാം? ടി ഈസ് എപ്സിലോൺ ഇൻടു റൂട്ട് n by pq എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും പ്രോബിലിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn by n മൈനസ് p ലെസ് ദാൻ എപ്സിലോൺ ഇസ് ഗ്രേറ്റർ ദാൻ 1 മൈനസ് 1 by t സ്ക്വയർ. ഇവിടെ ഇതെന്താ വരിക? ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ
that is then square ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? എപ്സിലോൺ സ്ക്വയർ n by pq. എപ്സിലോൺ സ്ക്വയർ n by pq. That is നമുക്ക് കിട്ടും this probability is greater than 1 minus pq by epsilon square n എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ പി എം ക്യൂ എടുക്കാൻ സാധ്യത, പി എം ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി സക്സസ് ആൻഡ് ഫെയിലിയർ, അതിനെടുക്കാൻ സാധ്യതയുള്ള മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 1/4 ആണ്. ഓക്കെ, ഈ പ്രോഡക്റ്റിന് എടുക്കാൻ സാധ്യതയുള്ള മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? ഈ PQ is maximum. PQ maximum എന്ന് പറഞ്ഞാൽ PQ is less than or equal to 1/4. അപ്പോ minus PQ is greater than minus 1/4 എന്ന് എഴുതാലോ. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എഴുതിയേക്കുന്നത്. that is 1 minus 1/4 epsilon square n. ഓക്കെ, ഇനി n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റി എന്തിലേക്ക് ടെൻഡ് ചെയ്യും? n ഡിനോമിനേറ്ററിലെ വരുന്നത്. അപ്പൊ സോ ദിസ് വിൽ ടെൻഡ്സ് ടു 0 ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഈ പ്രോബബിലിറ്റി ദിസ് വിൽ ടെൻഡ്സ് ടു 1 ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അതാണ് ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് നോക്കാം. To estimate the proportion of engineers who have studied probability theory and the estimate to be correct within 2% with probability 0.95 or more, how large a sample would be if there is no idea about the true proportion, and second one, if it is known that the true proportion is less than 0.2. Okay, ഇവിടെ നമുക്കിവിടെ പ്രപ്പോർഷന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ആണ് തന്നേക്കുന്നത്. ഇവിടെ നോക്കിയേ, ടു എസ്റ്റിമേറ്റ് ദ പ്രപ്പോർഷൻ ഓഫ് എഞ്ചിനീയേഴ്സ്. അപ്പൊ നമ്മൾ എക്സ് എന്നുള്ളത് എഞ്ചിനീയേഴ്സിന്റെ എണ്ണം എന്ന് വിചാരിക്കുക. എക്സ് എന്നുള്ളത് എഞ്ചിനീയേഴ്സിന്റെ എണ്ണം ആണെന്ന് വിചാരിക്കുക. സ്റ്റഡി ദി പ്രോബിലിറ്റി തിയറി. ഓക്കെ, എൻ ആൾക്കാരില് എക്സ് എൻ ആൾക്കാര് പ്രോബിലിറ്റി തിയറി, എക്സ് എൻ എഞ്ചിനീയേഴ്സ് പ്രോബിലിറ്റി തിയറി പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ആ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എൻ ബൈ എൻ. ഓക്കെ, പി എന്നുള്ളത് ആക്ച്വൽ പ്രൊപ്പോർഷൻ ആണെന്ന് വിചാരിക്കാം, പി. അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് the probability that the absolute value of xn by n, ഈ പ്രൊപ്പോർഷനും ട്രൂ പ്രൊപ്പോർഷനും തമ്മിലുള്ള അബ്സല്യൂട്ട് ഡിഫറൻസ് എന്നുള്ളത് ദാറ്റ് ഈസ് വിത്തിൻ 2%. ഓക്കെ, അതായത് പ്രോബബിലിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn by n മൈനസ് p is less than or equal to 2% എന്ന് പറഞ്ഞാൽ that is 0.02. This probability is with probability 0.95 or more. അപ്പൊ ആ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ that is greater than or equal to 0.95. അതാണ് തന്നേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഹൗ ലാർജ് സാമ്പിൾ വുഡ് ബി ഇഫ് ദർ ഇസ് നോ ഐഡിയ അബൌട്ട് എ ട്രൂ പ്രൊപ്പോർഷൻ. പീനെ കുറിച്ച് പ്രത്യേക ഇൻഫോർമേഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് പിക്ക് എടുക്കാവുന്ന ഒരു വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പി ലെസ് ദാൻ 2, പി ട്രൂ പ്രൊപ്പോർഷൻ എന്നുള്ളത് ലെസ് ദാൻ 2 ആവുകയാണെങ്കിൽ ആ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ സാമ്പിൾ സൈസ് കണ്ടുപിടിക്കണം, എൻ കണ്ടുപിടിക്കണം വിത്ത് ഈ തന്നേക്കുന്ന കണ്ടീഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രോബിലിറ്റി ദാറ്റ് എക്സ് എൻ ബൈ എൻ മൈനസ് പി less than 0.02, this is greater than 1 minus ഇത് നമ്മള് ബെർണോളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ കണ്ടതാണ്. ദാറ്റ് ഇസ് 1 minus 1/4n epsilon square. ഇവിടെ എപ്സിലോണിന്റെ വാല്യൂ, ഈ ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത് ദാറ്റ് ഇസ് 0.02 വിത്തിൻ 0.02 എന്നാണ്, 2% എന്നാണ് പറഞ്ഞത്. അപ്പൊ ദിസ് ഇസ് ലെസ് ദാൻ 0.02. എപ്സിലോൺ നമ്മൾ 0.02 ആയിട്ടാണ് എടുക്കുന്നത്. Okay, so this is greater than 1 minus 1/4n into epsilon square കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ഈ പ്രോബബിലിറ്റി ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.95 എന്നുണ്ട് അല്ലെ. നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നേക്കുന്നത് ദിസ് പ്രോബബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 0.95 എന്നാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? ഈ 1 minus
1 minus 1 by 4n into 0.02 square is equal to 0.95 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ n കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 0.95. അതിൽ നിന്ന് നമുക്ക് എന്തെന്ന് എഴുതാം? 1 minus 0.95 that is 0.05 is equal to 1 by 4n into 0.02 square. അതിൽ നിന്ന് നമുക്ക് n ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 1 by 4 into 0.05 into 0.02 square, that is n എന്നുള്ളത് 12,500. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ നമുക്ക് ട്രൂ പ്രപ്പോർഷൻ ലെസ് ദാൻ 0.2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ പിക്കും ക്യൂക്കും പി ക്യൂ ബൈ ബെർണോളിസ് വീക്ക് ഓഫ് ലാർജ് നമ്പേഴ്സ്, ബെർണോളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് കണ്ടപ്പോൾ നമ്മൾ അവിടെ ഈ ഒരു ലിമിറ്റ് നമുക്കൊരു ലിമിറ്റ് കിട്ടിയായിരുന്നില്ലേ? 1 minus 4 PQ by n into epsilon square. ഇത് മാക്സിമം എടുക്കാൻ സാധ്യതയുള്ള വാല്യൂ 1 by 4 ആണെന്ന് വെച്ചിട്ടാണ് നമുക്ക് നേരത്തെ കണ്ട ആ ഒരു ലിമിറ്റ് കിട്ടിയത്. ഓക്കെ, അപ്പോ ഇതിപ്പോ പിയും ക്യൂവും പി മെൻഷൻ ചെയ്തേക്കുന്നത് കൊണ്ട്, പി അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു ലിമിറ്റ് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് 1 minus PQ by n into epsilon square. ഇവിടെ പി ലെസ് ദാൻ 0.2 തന്നേക്കുന്നത് കൊണ്ട് പി ഇൻറ്റു ക്യൂ, നമുക്ക് ക്യൂവിന് 0.8 ആയിട്ട് എടുക്കാം. പിനെ സപ്പോസ് 0.2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ക്യൂ 0.8 ആയിരിക്കുമല്ലോ വരിക. പി ഇൻറ്റു ക്യൂ ദാറ്റ് ഇസ് പി ക്യൂ വിൽ ബി ലെസ് ദാൻ 0.2 into 0.8, that is 0.16. PQ will be less than 0.16. അല്ലെങ്കിൽ നമുക്ക് എഴുതാം minus PQ will be greater than 0.16. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയേക്കുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മുടെ ഈ റൈറ്റ് ഹാൻഡിൽ കാണുന്ന ആ ക്വാണ്ടിറ്റി ദിസ് ഇസ് ഈക്വൽ ടു 0.95. ഓക്കെ, this is equal to 0.95. ഒന്ന് നമ്മുടെ ഈ ലോ യൂസ് ചെയ്തിട്ട് എഴുതിയേക്കുവാണ്. അതുകൊണ്ടാണ് എപ്സിലോൺ എന്നുള്ളത് നോർമലി ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നും എപ്സിലോൺ നമുക്ക് കിട്ടേണ്ടത് 0.02 എന്നാണ്. പക്ഷെ നമ്മള് തിയറം യൂസ് ചെയ്തിട്ടാണ് ലെസ് ദാൻ എപ്സിലോൺ എഴുതിയേക്കുന്നത്. നമ്മൾ ഇവിടെ എപ്സിലോൺ ആയിട്ട് 0.02 എടുത്താൽ മതി കേട്ടോ. രണ്ട് കേസിലും എപ്സിലോൺ ആയിട്ട് 0.02 എടുത്താൽ മതി. കാരണം സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് തന്നേക്കുന്നത് ദിസ് അബ്സല്യൂട്ട് വാല്യൂസ് ലെസ് ദാൻ ഇറ്റ് ഈസ് വിത്തിൻ 0.02 എന്ന് തന്നേക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ എപ്സിലോൺ ഉള്ളത് 0.02 എന്ന് എടുത്തേക്കുന്നത്. അപ്പൊ ബോത്ത് കേസിൽ എപ്സിലോൺ നമ്മൾ 0.02, ഒന്ന് നമ്മൾ എപ്സിലോൺ 0.02 ആയിട്ടാണ് എടുക്കുക. പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ആ ഒരു ഇനീക്വാളിറ്റി എഴുതിയേക്കുന്നത്. ഇത് രണ്ടാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയേക്കുന്നത് ഈ പ്രോബിലിറ്റി mod xn minus p less than 0.02 is greater than 0.95 എന്ന് തന്നേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 0.95 എന്ന് കിട്ടുക. നമ്മൾ രണ്ടിന്റെയും ഇനീക്വാളിറ്റിയുടെ രണ്ടിന്റെ ആർജസ് സെയിം തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ സോ ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 0.95. അതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിച്ചാൽ മതി. n equal to 0.2 into 0.8 divided by 0.05 into 0.02 square. അങ്ങനെ നമുക്ക് n കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് n കിട്ടുന്നത് 8,000 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ലീസ്റ്റ് നമ്പർ ഓഫ് ടോസിംഗ് of a fair coin required in order that the probability will be at least 0.95, that the frequency ratio of the number of heads differ by less than 0.1 from 0.5. Okay, അപ്പോൾ ഇവിടെ നോക്കുക, ഫ്രീക്വൻസി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഹെഡ്സ് ആണ് ഇവിടെ നമ്മുടെ xn. നമ്പർ ഓഫ് ഹെഡ്സ് ആണ് xn. n ടോസസ് n ട്രയൽസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോയിൻ n തവണ എറിയുമ്പോൾ എത്ര തവണ ഹെഡ്സ് കിട്ടുന്നുണ്ട് അതിനെയാണ് നമ്മൾ xn എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഫ്രീക്വൻസി റേഷ്യോ ആണ് xn by n. ഇനി നമുക്ക് തന്നേക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റി ദാറ്റ് ദ ഫ്രീക്വൻസി റേഷ്യോ xn by n minus 0.5 from 0.5 അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ടോ? ഡിഫർ ബൈ
ലെസ് ദാൻ 0.1 ഫ്രം 0.5. അതായത് ഫ്രീക്വൻസി റേഷ്യോയും 0.5ഉം തമ്മിലുള്ള ആ അബ്സല്യൂട്ട് ഡിഫറൻസ് എന്നുള്ളത് ലെസ് ദാൻ 1 വരാനുള്ള ആ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അറ്റ്ലീസ്റ്റ് 0.95 എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, ഏതാണ് ഇപ്പൊ പ്രോബബിലിറ്റി absolute value of xn by n minus 0.5 less than 0.1 is at least, that is greater than or equal to 0.95. അതാണ് നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, so we have to find the minimum number of trials to get this probability is at least 0.95. പക്ഷെ നമുക്ക് ബെർണോളി ലോ വെച്ചിട്ട് എന്തെന്ന് എഴുതാം? probability mod xn by n minus p less than epsilon is greater than 1 minus pq by n epsilon square എന്ന് എഴുതാലോ, യൂസിങ് ബെർണോളിസ് ലോ എഴുതാലോ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളിവിടെ പീക്ക് 0.5 ആയിട്ടും എപ്സിലോണിനെ 0.1 ആയിട്ടും എടുക്കാം. അപ്പൊ നമുക്ക് ആ തന്നേക്കുന്ന ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ഇതിനെ എടുത്തേക്കുന്നത്. പി എന്നുള്ളത് 0.5ഉം എപ്സിലോൺ എന്നുള്ളത് 0.1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ന് എഴുതാം? Probability mod xn by n minus 0.5 less than 0.1 is greater than or equal to 1 minus, ഇവിടെ പിയും ക്യൂവും എടുക്കുന്ന വാല്യൂ, പി 0.5 ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? 0.5 ആയിരിക്കും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ 1/4 എന്ന് കൊടുത്തേക്കണം. 1/4 n into epsilon square, that is 0.1 square. ഓക്കെ, നമുക്ക് ഇനി n കണ്ടുപിടിക്കണം. സോ ഇതിവിടെ നമുക്ക് തന്നേക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാല് ബെർണോളീസ് ലോ വെച്ചിട്ടുള്ള ആ ഒരു ലിമിറ്റ് ആണ് ഇത് നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിലുള്ള ലിമിറ്റിനേക്കാളും that will be greater than or equal to this 0.95. ഓക്കെ, ഇതിനും മേലെ ആയിരിക്കും എന്നാണ് തന്നേക്കുന്നത്, അറ്റ്ലീസ്റ്റ് 0.95. അപ്പൊ ഈ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ that will be greater than or equal to 0.95 ആയിരിക്കും. ഓക്കെ, അപ്പോ അതിൽ നിന്ന് നമുക്ക് 1 minus 0.95, that is 0.05 is it is greater than or equal to 1/4 n into 0.1 square എന്ന് എഴുതാലോ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? n is greater than or equal to 1/4 into 0.05 into 0.1 square എന്ന് എഴുതാം. സോ അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് n-ന് കിട്ടുന്ന വാല്യൂ 500 ആണ്. അതായത് n-ന് കിട്ടുന്ന മിനിമം വാല്യൂ ആണ് 500. n-ന് എടുക്കാൻ സാധ്യതയുള്ള മിനിമം വാല്യൂ ആണ് 500. ഓക്കെ, n is greater than or equal to 500. ഓക്കെ, അപ്പൊ നമുക്ക് ആ തന്നേക്കുന്ന ആ ഒരു പ്രോബബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കുള്ള ഏറ്റവും മിനിമം നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 500. ഓക്കെ.